പഴക്കമുള്ള മരങ്ങളും ഒരുപക്ഷെ ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സ്വന്തം വീടിന് മുകളിൽ ഇങ്ങനൊരു കാടുള്ളത്. വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറയുന്നവർക്ക് ഈ അമ്മ ഒരു മാതൃകയൊന്നുമല്ല, ഒരു പാഠപുസ്തകം തന്നെയാണ്. അപ്പൊ നമ്മളിന്ന് അമ്മയെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പേരെന്താ? സരസ്വതി അമ്മയെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു കാട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഈ കാട് ഉണ്ടാക്കിയത് അമ്മയാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അമ്മയും അച്ഛനും കൂട്ടാണല്ലേ? അമ്മയും അച്ഛനും കൂട്ടാ ഉണ്ടാക്കിയത്, അമ്മ ഒറ്റയ്ക്കല്ല. അപ്പം ഈ ഒരു കാടിനൊരു പ്രത്യേകതയുണ്ട്. ഈ കാട് എവിടെയാ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ മുകളിലാണ് അല്ലേ അമ്മേ? എത്ര സ്ക്വയർ ഫീറ്റ് വീടാ? അത്രേ ഉള്ളൂ. 3 സെന്റിൽ നിൽക്കുന്ന ഏകദേശം 600 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വീട് വരുന്ന ഒരു വീടിന്റെ മുകളിൽ അതിന്റെ ടെറസിൽ നിൽക്കുന്ന കൃഷികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു അമ്മ എന്തൊക്കെയുണ്ട്? അമ്മ എന്തായാലും പറഞ്ഞ മാവ്, ചെറുനാരകം, മുരിങ്ങ, മാതളം, വാഴ, പിന്നെ കുറച്ച് പച്ചക്കറികൾ, അത്യാവശ്യം കുറെ പച്ചക്കറികളുണ്ട്. ക്യാരറ്റ് വരെ ഉണ്ട് അല്ലെ? ക്യാരറ്റ് മുകളിൽ കണ്ടു. പിന്നെ മുളക്, അതുപോലെ തന്നെ വേറെ അങ്ങനത്തെ കുറെ ഐറ്റംസ്. ഇതിലിപ്പോ ഏകദേശം വേപ്പുണ്ട് അല്ലെ? അതായത് കറിവേപ്പില. പിന്നെ മാവ് 2 മാവുണ്ട് അല്ലെ? 4 മാവുണ്ട്. അത് വലിയ മരങ്ങളായ മാവ് കേട്ടോ. എങ്ങനെയാണ് അമ്മ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്? എന്താ ഇങ്ങനെ ഒരു നമുക്ക് വീട് കെട്ടുമ്പോഴേ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ ഇവിടെ വന്നപ്പോ കൃഷി ഇല്ല, ടൗണില് സ്ഥലമില്ല, സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല സർക്കാർ ജോലിക്കാർക്ക്, പൈസ കുറവാണല്ലേ, മനസ്സിലായി. അപ്പൊ നമുക്ക് ടൗണിൽ വീട് വെക്കണം. കാരണം പുള്ളിയുടെ യാത്രാ സൗകര്യങ്ങൾ, പുള്ളിയൊരു യുക്തിവാദിയായിരുന്നു. ഓക്കെ. അപ്പൊ അവിടേക്ക് പോവാനും പിടിക്കാനും ഒക്കെ പോയി യാത്ര കഴിഞ്ഞ് വരുമ്പോ നമുക്ക് വീട്ടിലെത്താനുള്ള സൗകര്യം. ഓക്കെ. വൈകിലാവുമ്പോ സൗകര്യമില്ല. മനസ്സിലായി. അപ്പൊ അതിനു വേണ്ടി കെട്ടുമ്പോഴേ നമുക്ക് വീടിന്റെ പ്ലാനിൽ തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, മുകളിൽ ഒരു കൃഷി സ്ഥലം വേണമെന്നുള്ളത്. ഓക്കെ. എത്ര വർഷമായി നമുക്കിപ്പം ഈ ഒരു മരങ്ങളൊക്കെ ഇവിടെ വളരാൻ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ വലിയ മരമാണല്ലേ? 30 വർഷമായി. ഇതാണ് ഏറ്റവും വലിയ മരം. ഇതിന് കായ്ഫലങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ചോദിക്കുന്നതിന് അർത്ഥമില്ല, കാരണം ഇവിടെ അത്രയും തൂങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാ മരത്തിലും കായ്കളുണ്ട്. ഇപ്പൊ നാരങ്ങ ആണെങ്കിലും ശരി, മാങ്ങ ആണെങ്കിലും എല്ലാത്തിലും ഇഷ്ടംപോലെ കായ്കളുണ്ട് അല്ലെ? ഇത് മുഴുവൻ കായാണ്, എല്ലാത്തിലും കായുണ്ട് അല്ലെ? കായുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? നമ്മളിത് പുറത്ത് കൊടുക്കണോ അതോ ഇപ്പൊ ആരാ നോക്കുന്നേ? അമ്മയും മോനും കൂട്ടാ നോക്കുന്നേ. ഇത് ആക്ച്വലി നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, താഴെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല? ഇല്ല. എത്ര ഹൈറ്റിലാണ് മണ്ണിട്ടിരിക്കുന്നത് ഇപ്പൊ? ഇതിപ്പോ 1.5 അടി ഹൈറ്റ് ഉണ്ട്. അത് ഇവിടെ മണ്ണ് വീണ് നിറഞ്ഞിരിക്കുന്നതാണ്. മാങ്ങയൊക്കെ വീണ് നടക്കുന്നുണ്ട്. മൂവാണ്ടനാണ്. അത് പറിച്ചു തീർന്ന് പിന്നെ ഉണ്ടാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഏകദേശം 1.5 അടി ഹൈറ്റിലോ? 1.5 അടി ഹൈറ്റിലാണ് മണ്ണിട്ടിരിക്കുന്നത്. അപ്പൊ വേര് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടോ? റൂമിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അടിയിലേക്ക് പോവില്ല. ഈ 1.5 ഹൈറ്റില് മണ്ണ് വേരങ്ങനെ നിൽക്കുള്ളൂ. അങ്ങനെ നിൽക്കും, അടിയിലേക്ക് പോവില്ല. നമുക്ക് ഇതുകൊണ്ട് ഉപദ്രവങ്ങളൊന്നുമില്ല ഇതുവരെ ആയിട്ടില്ല. ഓക്കെ. പക്ഷെ നമുക്ക് വേനൽക്കാലത്തൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കില്ലേ വീടിനകത്ത് അല്ലേ? അതായത് ഒരു കാടാണ് വീടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന അമ്മയും അമ്മയുടെ ഹസ്ബൻഡ് അച്ഛനും കൂടെ രണ്ടും കൂടെ വെച്ചിരിക്കുന്നത് ഒരു കാടാണ് ഒരു വീടിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ട് അല്ലേ? പച്ചക്കറികളുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ അതിനുള്ള പരിമിതികളൊന്നും ഇല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയൊരു ഉദാഹരണവും മാതൃകയാണ് അമ്മ എന്ന് പറയുന്നത്. കാരണം സ്വന്തം വീടിന്റെ മുകളിൽ കുറച്ച് സ്ഥലം, അതായത് ഏകദേശം 600 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുകളിൽ ആ ഉള്ള ഗ്യാപ്പിൽ 2 നിലയായിട്ടാണ്. ഓക്കെ. അതായത് സൺഷെയ്ഡിൽ വരെ ഉണ്ട് മരങ്ങള് എല്ലാം കൂടെ നോക്കുമ്പോ അല്ലെ? അതായത് മുകളിൽ കുറച്ച് വീതിയിൽ എടുത്തിരിക്കുന്നതാണ്. സൺഷെയ്ഡിലും അതുപോലെ തന്നെ മുകളിൽ തൊട്ട് മുകളിൽ വേറെ അതെന്തായിരുന്നു? അത് റൂമാണോ? അത് റൂമാണ്. അതായത് 2 നില വീടാണ്. 2 നില വീടിന്റെ 2 നിലയിലും, അതായത് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലും അതുപോലെ തന്നെ മുകളിൽ ഏരിയയിലും 2 ഭാഗത്തും കൃഷിയാണ്. കൂടാതെ സൺഷെയ്ഡിലും കംപ്ലീറ്റ് മരങ്ങൾ, അതായത് വീടിന്റെ എല്ലാ ഭാഗത്തും നോക്കിയാലും മരങ്ങൾ. മുകളിൽ തെങ്ങുണ്ടായിരുന്ന 4-5 മാസമായിട്ടുള്ളോ? അത്യാവശ്യം തേങ്ങ കിട്ടുമായിരുന്നോ? ആണോ? വലിയ തെങ്ങായിരുന്നോ? ഓഹോ. ഓക്കെ. ആയിക്കോട്ടെ. ഒരുവിധം എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന വെണ്ട, പച്ചമുളക്, ചീര, പിന്നെന്താണ് അങ്ങനെ ഒരുവിധം ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കൈപ്പയ്ക്ക ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ഐറ്റംസ്. ഈ മണ്ണ് എങ്ങനെ ഇടയ്ക്ക് നമ്മൾ മുകളിൽ കയറ്റും അതോ ആദ്യം ഇട്ട മണ്ണ് തന്നെയാണോ? ആദ്യത്തെ മണ്ണാണ് നമ്മൾ. പിന്നെ ഒരു പ്രാവശ്യം മാറ്റി, കാരണം ഈ വെള്ളം പറഞ്ഞൊരു വെളുത്ത പ്രാണി
ഓ നിറയെ വന്നു. അപ്പൊ മൊത്തം മണ്ണ് മാറ്റിയിട്ട് മൊത്തം മണ്ണ് ഇവിടത്തെ മണ്ണൊന്നും മാറ്റിയില്ല. ഈ ഭാഗത്തെ മണ്ണുകൾ മാറ്റി നമ്മൾ പുതിയ മണ്ണ് വേറെ മണ്ണുണ്ടോ? കുരുമുളക് വരെ ഉണ്ട് അല്ലേ? കുരുമുളക്. അതെ, ഓക്കെ. അപ്പൊ അതായത് മാവ് മുതൽ ക്യാരറ്റ് വരെ, ക്യാബേജ്, അങ്ങനെ എല്ലാ ഐറ്റംസും അമ്മയുടെ കൈ കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കി നമ്മൾ ഇവിടുത്തെ വീട്ടാവശ്യത്തിനൊക്കെ ലാവശ്യം ഉപയോഗിക്കില്ലേ? ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞ് പുറത്തു കൊടുക്കാനും കിട്ടുന്നു. അതും കിട്ടുന്നുണ്ട്. അതായത് വീട്ടിലാവശ്യം മാത്രമല്ല പുറത്തു കൊടുക്കാനും ചെറിയൊരു വരുമാനം കൂടെ കിട്ടുന്നുണ്ടെന്നാ പറയണത് അല്ലേ? അടിപൊളി. നമുക്ക് ആ വരുമാനം കൊണ്ട് വളം മേടിക്കാനുള്ള പൈസ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. വളം, അതെ അതെ, വളം വാങ്ങിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള പൈസ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഒന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. അടിപൊളി അമ്മ, എന്തായാലും സൂപ്പർ. നമ്മൾ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പൊ 100% വിശ്വസിച്ച് കഴിക്കാം ജൈവ കൃഷി അമ്മ പറയണത്. അപ്പം ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, സൈഡ് എഫക്റ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല, കീടാണുക്കളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, 100% വിശ്വസിച്ച് കഴിക്കാം അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇടുന്ന വളങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ? ഇടുന്ന വളങ്ങൾ നമ്മൾ ചാണകം, ചാണകപ്പൊടി, ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇടുന്നത്. വേപ്പും പിണ്ണാക്ക്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ ഓക്കെ, അടിപൊളിയാണ്. പിന്നെ ഇത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. എല്ലാം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. വാഴന്ന് അത്യാവശ്യം പൊളിക്കാറുണ്ട് വാഴ? വാഴ കുറച്ചുണ്ട്. വാഴ ആണോ? കഴിഞ്ഞ വർഷം വെട്ടിയാണെന്നാ പറയണത്, വാഴ കുറച്ചിട്ടായിരുന്നാ പറയണത്. അപ്പം വാഴയും അങ്ങനെ എല്ലാം ഈ മരങ്ങളായിട്ട് നമുക്ക് വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അമ്മ, എന്തായാലും അടിപൊളി. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ഇത് ചോളമല്ലേ? ചോളമല്ലേ? ഓൾമോസ്റ്റ് നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം അമ്മയുടെ വീട് എറണാകുളത്ത് വൈറ്റിയിലാണ്. അപ്പം അമ്മ എന്തായാലും ഇതുപോലെ തന്നെ അടിപൊളിയെ പോവുക. ഇതിലും കൂടുതൽ മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുക. സൂപ്പർ ആവട്ടെ. വെക്കണം ആഗ്രഹം.